ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാലതിയും ഗംഗാധരനും കൂടിയിട്ട് സംസാരിക്കുകയാണ്. ഗംഗാധരൻ പറയുന്നുണ്ട് വൈജയന്തി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണെന്ന് വരെ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട്. അത്രയും രഹസ്യമായിട്ട് ഇരുന്ന കാര്യം എങ്ങനെ അയാൾ അറിഞ്ഞു എന്നാണ് മനസ്സിലാവാത്തത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യമൊക്കെ വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയാണ്, ഇപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞതല്ല, ഈ നമ്മൾ കുഞ്ഞിനെ ഓർഫനേജിലാണ് ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഇനി അവളുടെ ശത്രുക്കൾ. ആരൊക്കെയാണ് ഇതിന് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാവരും അവരോടൊക്കെ പ്രതികാരം ചെയ്യും. പിന്നെ ബാലേന്ദ്രനുമായിട്ടുള്ള ആ ബന്ധം ആ നിമിഷം അവൾ വേണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒരു കുടുംബം മുഴുവൻ തകരും എന്നൊക്കെ പറയാണ്. അപ്പോൾ മാലതിയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നിൽ ആകുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ ഒരിക്കലും വൈജയന്തിയോട് ഈ കാര്യം ചോദിക്കരുത്. എന്തായാലും വൈജയന്തിയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ പറഞ്ഞയക്കേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറഞ്ഞ ആൾ നിൽക്കുന്നു തോന്നുന്നില്ല. എന്നാലും ഗംഗായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിനാണ്. വൈജയന്തി മനുവിനെ ഫോൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ മനു ബാലേന്ദ്രൻ ഇതുവരെ എത്തിയില്ലടാ എന്ന് പറയാണ് കേട്ടോ. ആഹാ, ഉച്ചയായല്ലോ, ഇതുവരെ എത്തിയിട്ടില്ലേ? ഇല്ലടാ, എത്തിയിട്ടില്ല. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി ഇത്രയും സമയമായിട്ട് കണ്ടില്ലെങ്കിൽ ഇനി വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ആൻറ്റി ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാൽ എല്ലാവരും അറിയില്ലടാ, നാണക്കേടാവൂലേ, എന്നെ ആയിട്ട് തല്ലി പിടിച്ച് ഇറങ്ങിപ്പോയതാണെന്നല്ലേ ആൾക്കാർ പറയുള്ളൂ എന്ന് പറയും. അപ്പം മനു പറയുന്നുണ്ട്, ആൻറ്റിക്ക് മാനക്കേടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പറയണ്ട, പോലീസിൽ അറിയിക്കേണ്ട, പക്ഷേ ഹസ്ബൻഡിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കണമെന്ന് പറയാണ്. എന്നിട്ട് ഒരു ദിവസം കൂടെ നോക്കാടാ നമുക്ക് എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യ്, ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വിളിക്ക്, ഞാൻ എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മനു വേഗം തന്നെ കട്ട് ചെയ്യും. ഹലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈജയന്തി സംസാരിക്കണമെങ്കിൽ മനു ദേഷ്യം വന്നിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യും. ഇതൊക്കെ കേട്ടുകൊണ്ട് കൃഷ്ണമോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുകയാണ്, അമ്മേ അച്ഛനെക്കുറിച്ച് ഒരു വിവരം ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒരു വിവരവും ഇല്ല എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല, ഞാനിത് എന്ത് ചെയ്യാനാണ്, എനിക്ക് ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയായിരിക്കണം, എന്നോട് പറയാണ്ട് അങ്ങനെ ബാലേന്ദ്രൻ ഒരിക്കലും പോകാറില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണേ അമ്മേ എന്ന് പറയുമ്പോൾ, നീ അല്ലാണ്ട് തന്നെ എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, നീ ഒന്ന് പോയേ, അകത്തെങ്ങാനും ചെന്നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള ഓടിക്കുകയാണ്. അതിനുശേഷം അലീനനെ വിളിക്കാൻ കേട്ടോ. അലീനോട് പറയുന്നുണ്ട്, അതെ നീ ഒരു കാര്യം ചെയ്യ്, ഊണെടുത്ത് വയ്ക്കുകയെന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാനിന്ന് ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. എങ്ങോട്ട്? അല്ല, ഇവിടുത്തെ ജോലി മതിയാക്കി പോകാനായിട്ട് നിൽക്കുകയാണെന്ന് പറയും. ഇപ്പം തൽക്കാലം നീ പോകണ്ട, ബാലേന്ദ്രൻ വരട്ടെ, ബാലേന്ദ്രൻ വന്നിട്ട് പോയാൽ മതി. ബാലേന്ദ്രൻ സാർ ഇന്ന് വരുമോ? അതെനിക്ക് എങ്ങനെ അറിയാനാണ്? നീയല്ലേ ബാലേന്ദ്രൻ്റെ ഇവിടുന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നത് എന്ന് പറയും. അപ്പോൾ അലീനൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ അലീനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകും. ബാലേന്ദ്രൻ വന്നിട്ട് പോയാൽ മതി, തൽക്കാലം ഊണെടുത്ത് വയ്ക്കാൻ പറയും. അങ്ങനെ അകത്തേക്ക് അലീന പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെ തന്നെയാണ് കേട്ടോ. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ വീണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരനും മാലതിയും കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വീണ്ടും കുറച്ചും കൂടി സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യവും വരുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ്റെ മുന്നിൽ ദേഷ്യം പ്രകടിപ്പിക്കാനും പറ്റൂല. അപ്പോൾ ഗംഗാധരൻ ബാലേന്ദ്ര എന്ന് വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് തല നോക്കി നോക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം, എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് പറയും. കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. അതല്ല, ഫുഡ് കഴിക്കണ്ടേന്നാണ് ചോദിച്ചത്. ബാലതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഊണ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയട്ടോ. അതിപ്പോൾ ബാലതി, ആർക്ക് വേണം നിങ്ങളെ ഊണ്? നിങ്ങളെ വിളമ്പുന്നതൊക്കെ ഉച്ചിഷ്ടമായിരിക്കും, ഉച്ചിഷ്ടം. ഞാനത് മുമ്പ് കഴിച്ചിട്ടുണ്ട്, ഇനി ഞാൻ കഴിക്കാൻ തീരുമാനിക്കുന്നില്ല. വ്യഭിചാരിണികളുള്ള വീടല്ലേ നിങ്ങളുടേത്, അപ്പോൾ പിന്നെ എനിക്ക് വിളമ്പുന്നതും ഉച്ചിഷ്ടം തന്നെയായിരിക്കും, അതാണല്ലോ നിങ്ങളുടെയൊക്കെ പാരമ്പര്യം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ കേട്ടോ. ഗംഗാധരൻ അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് മാലതി പറയാണ്, ബാലേന്ദ്ര വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളൊരു സംഭവമല്ലേ, ഇപ്പം അത് വീണ്ടും കുത്തിപ്പോക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണെ. ബാലേന്ദ്രൻ്റെ മക്കളില്ലേ, ബാലേന്ദ്രൻ്റെ കുടുംബമില്ലേ, ബാലേന്ദ്രൻ്റെ കുടുംബം തകർന്നു പോകൂലേ എന്ന് പറയാം കേട്ടോ. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എനിക്കെന്ത് കുടുംബം, എനിക്കൊരു കുടുംബവും ഇല്ല, നിങ്ങളായിട്ടുള്ള ബന്ധമില്ല. അതെ, ഇന്നത്തോടു കൂടിയിട്ട് നിങ്ങളായിട്ടുള്ള സംഭാഷണം തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ കീറി മുറിച്ച് ഞാൻ ഈ ബന്ധം കിട്ടാനെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ബാലേന്ദ്രന് ക്ഷമിക്ക്, അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയും. വേണ്ട, നിങ്ങളെ ഒന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങളെ പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടി വെച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. ബാലേന്ദ്രൻ്റെ മക്കൾ ഇതൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവൂലേ? മക്കളോ? അത് എൻ്റെ മക്കളാണോ? രണ്ടെണ്ണം എൻ്റെയാണോ?
അത് 3 എണ്ണത്തിൻ്റെയാണോ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അച്ഛന്മാർ വേറെ വരുമോ അവളുടെ മക്കളുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ഗംഗാധരൻ ദേഷ്യം വരികയാണ് കേട്ടോ. പക്ഷെ മാലതി പിടിച്ച് നിർത്താണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അല്ല അതിനുള്ള സാഹചര്യമുണ്ട്, അവൾ ഇങ്ങനെ നടക്കുന്നോളല്ലേ, അപ്പോൾ പിന്നെ അവൾക്ക് വേറെ ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഗംഗാധരൻ ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ മാലതി വേണ്ട എന്നിങ്ങനെ കാണിക്കുകയാണേ. എന്നിട്ട് മാലതി ചെന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഒന്ന് ക്ഷമിക്ക്, വെറുതെ ഇനി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്, 22 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ പറയും. ഗംഗാധരനും പറഞ്ഞിട്ട് കേട്ടോ, ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണമെന്നൊക്കെ പറയും. നിങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെ പാരമ്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വ്യഭിചരിണിയെ കല്യാണം കഴിക്കുന്നത്. വേറെ ആർക്കും ഇങ്ങനെ ഒരു ഗതി വന്നിട്ടില്ല. എനിക്ക് നല്ല പെണ്ണ് കിട്ടും, ഇനിയും എനിക്ക് പെണ്ണ് കിട്ടും, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, അതുപോലെ പണമുണ്ട്, പിന്നെ എന്തിനും എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒരു കുഞ്ഞുണ്ടാവും, അതും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും നോക്കട്ടെ ഒരു പെണ്ണിനെ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ നാട് മുഴുവനും ഓരോരോ വ്യഭിചാരികളെ കൊണ്ടുവന്ന് ഓരോരോ സ്ഥലങ്ങളിൽ താമസിപ്പിച്ചാലോ, അങ്ങനെ ചെയ്താലോ ഞാൻ എന്നൊക്കെ പറയാനുണ്ട്. ഇത് കേട്ടിട്ട് ഗംഗാധരനും മാലതിക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. പരമാവധി അവരെ ദേഷ്യം പിടിപ്പിക്കാൻ ഈ ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് പറയുകയാണേ. അതിനുശേഷം ഗംഗാധരൻ പറയുന്നുണ്ട്, ആ പ്രസവിച്ച കൊച്ച് ജീവിച്ചു പോലും ഇരിപ്പില്ല, പിന്നെ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ കുട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചുപോയി എന്ന് പറയട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മരിച്ചുപോയോ, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗാധരൻ പറയാണ്, തെളിവ് അത് രാവുണ്ണിയും അമ്മാവൻ അങ്ങനെയാണെന്ന് പറഞ്ഞത്, രാവുണ്ണി അമ്മാവൻ കള്ളർ റാസ്കൽ എന്ന് പറയാൻ കേട്ടോ. ഞാനേ നിങ്ങളായിട്ടുള്ള സംഭാഷണം ഇവിടെ വെച്ച് നിർത്താണ്. എനിക്കറിയേണ്ടതൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളോട് സംസാരില്ല, ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ പോണ്. എൻ്റെ കാർ ഇവിടെ എത്തിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തായോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി എടുത്തോളാം. ബാലേന്ദ്രൻ ഈ മദ്യപിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ കാർ ഓടിച്ച് പോകണ്ട എന്ന് ഗംഗാധരൻ പറയുകയാണേ. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പൊക്കോണ്ട്, ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്, ഞാനത് വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ റിസപ്ഷനിലേക്ക് വിളിച്ച് പറയുകയാണ്, ഇമ്മീഡിയറ്റ്ലി ചെക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഗംഗാധരൻ കാണിച്ചാൽ ബാലേന്ദ്രൻ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബാലേന്ദ്രൻ അത് കേൾക്കാതെ ബില്ല് കൊടുക്കാമെന്ന് ഗംഗാധരൻ പറയുന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ തേണ്ടിയല്ല, ബില്ല് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് മനുവും കമലയും കൂടിയിട്ട് കടപ്പാട്ടൂർക്ക് വരികയാണ്. അപ്പോൾ മനു ഫോൺ ചെയ്യാനായിട്ട് പുറത്ത് നോക്കൂട്ടോ, അമ്മ പൊക്കോ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെ തന്നെയാണ്. ബാലേന്ദ്രൻ വെള്ളവും അതുപോലെ ബ്രാൻഡിയൊക്കെ മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് കാറിൽ വെച്ചിട്ട് വീണ്ടും കുടിക്കുകയാണ്. ആദ്യം ബ്രാൻഡി കുടിക്കും, അത് കഴിഞ്ഞിട്ട് കുപ്പിയിൽ വെള്ളം കുടിക്കും. എന്നിട്ട് ഇങ്ങനെ ഓഹോ എന്താ സുഖം, പരമസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ ആ കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിനെയും കമലിനെയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി കമലയോട് പറയുന്നുണ്ട്, എന്നോട് പറയാതെ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് ഇന്ന് വരെ ബാലേന്ദ്രൻ പോയിട്ടില്ല എന്ന് പറയും. അപ്പോൾ കമല പറയും, പിന്നെ എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇപ്പോൾ ഇതുവരെ എനിക്ക് കാണാത്തത്, അതെനിക്കറിയില്ല കമലയെടുത്തി, എന്താണ് പ്രശ്നം എന്ന് പറയട്ടോ. അപ്പോൾ പറഞ്ഞ് ഇപ്പം ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആകെയുള്ളൊരു പ്രശ്നം എന്നോട് ദേഷ്യം എന്ന് പറയുന്നത് ആ അലീനയുടെ കാര്യത്തിലാണ്. അലീനയോട് ഞാൻ എന്ത് പറഞ്ഞാലും ബാലേന്ദ്രൻ അത് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അലീനയാണല്ലേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് കമല പറയാണ്. പിന്നല്ലാതെ അവള് വന്നപ്പോൾ തുടങ്ങി ആ നശിച്ചോളി ഈ കുടുംബത്തിൽ കാലുകുത്തി അപ്പം തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് മനുവിന് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. മനു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, ആഹാ അതാണല്ലേ അപ്പോൾ കാര്യം, അത് തന്നെയാണ് കാര്യം, വേറൊരു പ്രശ്നവും ഞാനും ബാലേന്ദ്രനും തമ്മിലില്ല. അപ്പോൾ ബാലേന്ദ്രനും കൂട്ടാണ്, ഇവനും കൂട്ടാണ് അവൾക്ക് എന്ന് പറയട്ടോ. അപ്പോൾ മനു പറഞ്ഞിട്ട്, അതെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ പക്ഷം പിടിച്ചിരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ഒന്നല്ല. എനിക്ക് ബുദ്ധി നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നും തെറ്റാണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ കമല പറയും, നീ എന്താണ് പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. നീ എന്തിനാണ് ബാലേന്ദ്രനെ കാണാതായതിൽ കമലനെ വൈജയന്തിനെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ആൻറ്റിയോടല്ലാതെ വേറെ ആരോടും ഈ വീട്ടിൽ അങ്കിളിന് ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല അല്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ പിന്നെ ആൻറ്റി അല്ലാതെ വേറെ ആരാണ് അങ്കിൾ ഇവിടുന്ന് പോകാൻ കാരണം? സഹി ഗെട്ട് പോയിട്ടുള്ളതാണ്, സഹി ഗെട്ട് എന്ന് പറയട്ടോ. അത് കേട്ടിട്ട്
ദേഷ്യം വരാണ് കേട്ടോ. അപ്പം നിലവാരമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്കിള് പോയിട്ടുള്ളത്. നീ എൻ്റെ നിലവാരം അളക്കാൻ നിൽക്കണ്ട, നിന്റെ അമ്മര നിലവാരം അളന്നോ എന്ന് വൈജയന്തി മനുവിനോട് പറയുമ്പോൾ മനു പറയും രണ്ടും കണക്ക് തന്നെയാണ്, സീറോ തന്നെയാണ്. രണ്ട് നെഗറ്റീവ് എനർജികൾ കൂടെ ചേർന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നു, അല്ലാതെ വേറെ എന്താണ് എന്ന് പറയും കേട്ടോ. അതിനുശേഷം മനു അവിടെ നിന്ന് നീങ്ങി നിന്നിട്ട് പറയാം, അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, അങ്കിൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റി കാരണം തന്നെയാണെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.